ഹലോ. കേരള നിയമസഭാ ഇലക്ഷൻ 2026 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വോട്ടിംഗ് മെഷീനാണ് VVPAT അഥവാ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഇന്ന് നമുക്ക് VVPATനെ കുറിച്ച് ചെറിയൊരു വിവരണം നോക്കാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ കൺട്രോൾ യൂണിറ്റിൻ്റെയും ബാലറ്റ് യൂണിറ്റിൻ്റെയും കൂടെ നിയമസഭാ ഇലക്ഷനിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന മെഷീനാണ് VVPAT. എന്താണ് VVPAT? ഒരു വോട്ടർ വോട്ട് ചെയ്തതായി ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് VVPAT. വോട്ട് രേഖപ്പെടുത്തിയതിൻ്റെ പേപ്പർ സ്ലിപ്പ് ഇത് നൽകുന്നതാണ്. വോട്ടർ വോട്ടിംഗ് മെഷീൻ്റെ ബട്ടൺ അമർത്തുമ്പോൾ VVPAT മെഷീൻ ഒരു ചെറിയ പേപ്പർ സ്ലിപ്പ് പ്രിൻ്റ് ചെയ്യുകയും ആ സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ പേര്, പാർട്ടി ചിഹ്നം എന്നിവ കാണിക്കുകയും ചെയ്യുന്നു. ഈ സ്ലിപ്പ് ഏകദേശം 7 സെക്കൻഡ് വരെ ഒരു ചെറിയ ഗ്ലാസ് വിൻഡോയിലൂടെ ഏതൊരു വോട്ടർക്കും നേരിട്ട് കാണാവുന്നതാണ്. പിന്നീട് അത് സ്വയം ഒരു ബോക്സിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ പ്രിൻ്റ് ഒരിക്കലും വോട്ടറുടെ കയ്യിൽ ലഭിക്കുകയില്ല. എന്തിനാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ VVPAT ഉപയോഗിക്കുന്നത്? വോട്ടിംഗ് പ്രക്രിയയുടെ ട്രാൻസ്പെറൻസി ഉറപ്പാക്കാൻ വേണ്ടിയും വോട്ടർ ശരിയായ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് നൽകിയത് എന്ന് സ്ഥിരീകരിക്കാനും വേണ്ടിയാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത്. വോട്ടർമാർക്ക് കൂടുതൽ വിശ്വാസം നൽകുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തർക്കങ്ങൾ വന്നാൽ തെളിവായി ഉപയോഗിക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ മെഷീൻ ഓൺ ചെയ്താൽ അപ്പോൾ തന്നെ 7 സ്ലിപ്പ് VVPATൽ നിന്ന് ഈ ഡ്രോപ്പ് ബോക്സിലേക്ക് വീഴുന്നതാണ്. ഇനി ഏതൊക്കെയാണ് VVPATൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന് പ്രിൻ്റർ യൂണിറ്റ്, നമ്പർ 2 പേപ്പർ സ്ലിപ്പ്, നമ്പർ 3 ട്രാൻസ്പെറൻറ്റ് വിൻഡോ, നമ്പർ 4 സ്ലിപ്പ് ഡ്രോപ്പ് ബോക്സ്, നമ്പർ 5 കണക്റ്റിംഗ് കേബിൾ, നമ്പർ 6 പവർ സപ്ലൈ ഓർ ബാറ്ററി. ഈ 6 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് VVPAT മെഷീന് ഉള്ളത്. ഏതായാലും പോളിംഗ് ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട, കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മെഷീനാണ് VVPAT മെഷീൻ. ഇത് EVMൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു മെഷീനാണ്. പ്രധാനമായിട്ടും 3 മെഷീനുകളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ഒന്ന് കൺട്രോൾ യൂണിറ്റ്, രണ്ടാമത്തേത് ബാലറ്റ് യൂണിറ്റ്, മൂന്നാമത്തേത് VVPAT. VVPAT മെഷീൻ വോട്ടറുടെ ഇടത് സൈഡിലാണ് പ്രധാനമായിട്ടും സ്ഥാപിക്കേണ്ടത്. വലതു ഭാഗത്ത് ബാലറ്റ് യൂണിറ്റും വോട്ടറുടെ ഇടതു ഭാഗത്ത് VVPATുമാണ് സ്ഥാപിക്കേണ്ടത്.